ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് ദൈവത്തിൻ്റെ സിംഹാസനം? സങ്കീർത്തനം 11:4 കർത്താവിൻ്റെ സിംഹാസനം സ്വർഗത്തിലാണെന്ന് പറയുന്നു. 1 രാജാക്കന്മാർ 22:19 മിഖായാവ് യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. യെശയ്യാവ് 6:1 യെശയ്യാവ് കർത്താവ് ഉയർന്നതും ഉന്നതവുമായൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നു. ദാനിയേൽ 7:9 ദാനിയേൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 5:34 യേശു ഇങ്ങനെ പറയുന്നു, സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. യെശയ്യാവ് 66:1 അപ്പോസ്തലപ്രവൃത്തി 7:49 പറയുന്ന ഒരേ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാണ്. വെളിപാട് 4-ാം അധ്യായത്തിൽ ഈ സിംഹാസനത്തിൻ്റെ മനോഹാരിത വിവരിക്കുന്നുണ്ട്. ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ച തന്നെ. യോഹന്നാൻ വെളിപാട് 4-5 അധ്യായങ്ങളിൽ 18 തവണ ഈ സിംഹാസനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സിംഹാസനത്തിന് മുൻപിൽ, സിംഹാസനത്തിന് ചുറ്റും എന്നെല്ലാം പറയുമ്പോൾ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ ഈ സിംഹാസനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. സങ്കീർത്തനം 45:6 ദൈവത്തിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നുവെന്നും സങ്കീർത്തനം 103:19 ദൈവം സ്വർഗത്തിൽ സ്ഥാപിച്ച സിംഹാസനത്തിൽ നിന്നുള്ള പരമാധികാരം എല്ലാറ്റിനെയും ഭരിക്കുന്നുവെന്നും പറയുന്നു. ഭക്തിയോടും വിനയത്തോടും ആദരവോടും കൂടി ദൈവത്തെ സമീപിക്കണമെന്നും ഭയത്തോടും വിറയലോടും കൂടി നാം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നും ബൈബിൾ പറയുന്നുണ്ട്. എബ്രായർ 4:16 പറയുന്നത് ശ്രദ്ധിക്കൂ. ആകയാൽ നമുക്ക് കരുണ ലഭിക്കുവാനും ആവശ്യമുള്ള സമയത്ത് സഹായിക്കുവാനുള്ള കൃപ കണ്ടെത്തുവാനും ആത്മവിശ്വാസത്തോടെ കൃപയുടെ സിംഹാസനത്തോട് അടുക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഈ കൃപാസനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ നമ്മുടെ കുറ്റബോധം നമ്മെ അനുവദിക്കുന്നില്ല. എബ്രായർ 4:14 പറയുന്നു, എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്ത ഒരാളായ ക്രിസ്തുവാണ് മഹാപുരോഹിതനായി അവിടെയുള്ളത്. യേശുവിലൂടെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് എത്താം. റോമർ 3:22 2 കൊരിന്ത്യർ 5:21 ഇവ വായിച്ചാൽ നാം യേശുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ നീതി ലഭിക്കുന്നുവെന്ന് കാണുന്നു. അതിനാൽ നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്തേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നീതിയാണ് കാണുന്നത്. നമ്മളിലും നമ്മുടെ കുറവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് ദൈവത്തെ സമീപിക്കാനാകില്ല. നമുക്ക് ദൈവത്തെ സമീപിക്കാനുള്ള ധൈര്യം നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നല്ല, ക്രിസ്തു ക്രൂശിൽ ചെയ്തതിൽ നിന്നാണ്. യോഹന്നാൻ 14:6 യേശു പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ്. കൃപയുടെ സിംഹാസനത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കാനുള്ള മാർഗം പ്രാർത്ഥനയാണ്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നാം യേശുവിനുള്ളവരാണ് എന്നുള്ളതിന് മുദ്രയായി പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തി എത്രത്തോളം ശക്തനാണോ പ്രശസ്തനാണോ എന്നതല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനയിലൂടെ പ്രവേശിക്കാം. റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിൻ്റെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കാനല്ല എന്ന് നാം ഓർക്കണം. ദൈവം സ്നേഹമാണ്. ക്രിസ്തുവിൽ ശിക്ഷാവിധിയില്ല എന്ന് റോമർ 8:1 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മെ മാറ്റുക എന്നതാണ് ദൈവത്തിൻ്റെ ഏക ലക്ഷ്യം. കൃപയുടെ സിംഹാസനത്തിൽ നിന്ന് നാം സഹായം കണ്ടെത്തുന്നതിന് നാം പൂർണ്ണരായിരിക്കണമെന്നില്ല. നാം നമ്മുടെ മേലുള്ള നിയന്ത്രണങ്ങൾ വിടുകയും ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുകയും വേണം. ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു ഹൃദയമുണ്ടെന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരം നമുക്ക് മനസ്സിലാകണമെന്നില്ല. അത് ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടം ദൈവഹിതമാക്കാൻ നാം ശ്രമിക്കരുത്. നമുക്ക് വേണ്ടതെല്ലാം തരാൻ ദൈവം വിശ്വസ്തനാണ്. അതിനാൽ നമുക്ക് കൃപയുടെ സിംഹാസനത്തെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാം. യെശയ്യാവ് 6 ഹെസക്കിയേൽ 1-10 സങ്കീർത്തനങ്ങൾ 47:8 സങ്കീർത്തനം 11:4 ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ പ്രവാചകന്മാർ നമ്മളോട് പങ്കുവച്ചു. ആത്മവിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് അപ്പസ്തോലന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഒരു ദിവസം നാം എല്ലാവരും ദൈവത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുമെന്ന്
ദാനിയേൽ 12:2, മത്തായി 25:31 മുതൽ 40, വെളിപാട് 20:4-11 ഇവ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഭാഷ ദൈവത്തിൻ്റെ പരമാവധി അധികാരത്തെ ഊന്നിപ്പറയുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവിന് തൻ്റെ ഭരണത്തിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ എല്ലാ സൃഷ്ടികൾക്കും അതിനപ്പുറവും ദൈവത്തിന് അധികാരമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് താഴ്മയോടെയും എന്നാൽ ധൈര്യത്തോടെയും നമ്മുടെ രാജാവിനെ സ്തുതിച്ചും ആരാധിച്ചും ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സമീപിക്കാം. നമ്മുടെ ഇഹലോക ജീവിതത്തിലെ സഹായത്തിനും നിർദ്ദേശത്തിനും വേണ്ടി യേശുനാമത്തിൽ അപേക്ഷിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.